ഹായ് മൈ ഡിയർ വൺസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. വളരെ റിസ്ക് എടുത്ത് ഷൂട്ട് ചെയ്തൊരു വീഡിയോ ആണ്. മഴ ആയതുകൊണ്ട് വീടിനകത്തൊന്നും ലൈറ്റ് ഇല്ല. അപ്പം ഞാൻ എൻ്റെ ക്യാമറയും ട്രൈപോഡും എടുത്ത് വീടിൻ്റെ മേലെ കയറി. പിന്നെ ഫ്ലോർ മുഴുവൻ സ്ലിപ്പറിയാണ്. അതുമാത്രമല്ല നനഞ്ഞും കിടക്കുകയാണ്. പുതിയ സാരിയാണിത്, അമ്മയുടെ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്ത് ഇപ്പോൾ കൊണ്ടുവന്നേ ഉള്ളൂ. അതുകൊണ്ട് നനയ്ക്കാതെ കൊണ്ടുതരണം നമ്മൾ പ്രത്യേകം പറഞ്ഞിരുന്നു. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഗുജറാത്തി ഡ്രേപ്പാണ് വിത്ത് എ ട്വിസ്റ്റ്. അപ്പം നമ്മൾ ആദ്യം തന്നെ നെവി ഡ്രേപ്പ് ചെയ്യുന്ന പോലെ സാരി ഒരു സൈഡിൽ നിന്ന് ടക്കിൻ ചെയ്ത് നമ്മുടെ ബോഡിക്ക് ചുറ്റും ചുറ്റിയെടുക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു 10 പ്ലീറ്റോളം നമ്മൾ താഴത്തെ പ്ലീറ്റ്സ് എടുക്കുക. നമ്മുടെ ശരീരത്തിൻ്റെ വലിപ്പത്തിനനുസരിച്ച് പ്ലീറ്റ്സിൻ്റെ എണ്ണം കൂട്ടാം കുറയ്ക്കാം. ഞാനിവിടെ 10 എടുത്തിട്ടില്ല, എനിക്ക് തോന്നുന്നു ഒരു 5-6 പ്ലീറ്റ്സ് ഞാൻ എടുത്തിട്ടുള്ളൂ തോന്നുന്നു. അപ്പോൾ അങ്ങനെ പ്ലീറ്റ് എടുത്തിട്ട് നന്നായിട്ട് ഫ്രണ്ടിൽ നമ്മൾ ടക്കിൻ ചെയ്യുക. സാധാരണ നമ്മൾ നിവി ഡ്രേപ്പ് ചെയ്യുന്ന പോലെ ഫ്രണ്ടിൽ ടക്കിൻ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന പോർഷൻ നമ്മൾ നേരെ പല്ലു ആയിട്ട് യൂസ് ചെയ്യാതെ നമ്മൾ അത് മെഷർ ചെയ്ത് പുറകിലേക്ക് കൊണ്ടുവരണം. അതായത് നമ്മുടെ പുറകിലത്തെ സ്പൈനിൻ്റെ അവിടെ വരെ എത്ര ഫാബ്രിക് എത്തും എന്ന് നോക്കിയിട്ട് പുറകിലും നമ്മളൊരു 3-4 പ്ലീറ്റ്സ് എടുക്കുന്നുണ്ട്. ഈ വീഡിയോയിൽ കാണുന്ന പോലെ നമ്മൾ സ്പൈനിൻ്റെ അവിടെ വരെ എത്രയാണെന്ന് മെഷർ ചെയ്യുക. എന്നിട്ട് ആ പോയിൻ്റ് മുതൽ ഒരു 3-4 പ്ലീറ്റ്സ് വീണ്ടും എടുക്കുക. അപ്പം ഈ ഫ്ലോർ നനഞ്ഞതായതുകൊണ്ട് സാരി നനയാതിരിക്കാൻ ഞാൻ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഇതൊക്കെ ഡ്രേപ്പ് ചെയ്തത്. എന്നാലും കുഴപ്പമില്ല, ഇറ്റ്സ് വർത്ത് ഇറ്റ്. നല്ലൊരു ഡ്രേപ്പിംഗ് ആണ്. അങ്ങനെ പുറകിലത്തെ പ്ലീറ്റ് നമ്മൾ എടുത്തതിന് ശേഷം അത് അവിടെ ടക്കിൻ ചെയ്യുക. എന്നിട്ട് നമ്മൾ നോർമലി പല്ലു എങ്ങനെയാണോ, ഗുജറാത്തി ഡ്രേപ്പിങ്ങിൽ എപ്പോഴും ഷോൾഡറിൻ്റെ പുറകിൽ കൂടെ ഫ്രണ്ടിലേക്കാണ് പല്ലു വരുന്നത്. അങ്ങനെ പല്ലു നമ്മൾ ഇട്ട് കഴിഞ്ഞു. നല്ലൊരു ഡബിൾ ഷെയ്ഡ് വരുന്നൊരു സാരിയാണ്. കോപ്പർ ആൻഡ് ബ്ലൂ കളറിലാണ് ഈ സാരി വരുന്നത്. പല്ലു ഫ്രണ്ടിലേക്ക് ഇട്ടതിന് ശേഷം പല്ലുയുടെ ഒരറ്റം നമ്മൾ നേരെ പുറകിലുള്ള ഫാബ്രിക്കിലേക്ക്, അതായത് ആ പല്ലുയുടെ തന്നെ ഫാബ്രിക്കിലേക്ക് നമ്മൾ ഒരു പിന്ന് വെച്ച് നന്നായിട്ട് ടൈറ്റായിട്ട് സെക്യൂർ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഗുജറാത്തി ഡ്രേപ്പ് കഴിഞ്ഞു. സാധാരണ ഗുജറാത്തി ഡ്രേപ്പിങ്ങിൽ പുറകിൽ പ്ലീറ്റ്സ് എടുക്കില്ല, ഫ്രണ്ടിൽ മാത്രമേ പ്ലീറ്റ്സ് ഉണ്ടാവുള്ളൂ. അപ്പം നല്ല ഭംഗിയില്ലേ കാണാൻ. ഒരു ലെഹങ്കയൊക്കെ ഇട്ടൊരു ഫീലിംഗാണ് എനിക്ക് വന്നത്. ഫ്രണ്ടിലും ബാക്കിലും പ്ലീറ്റ് ഉള്ളതുകൊണ്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അപ്പോൾ ഇതാണ് ഫുൾ ലുക്ക്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്നും പറയുന്ന പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു ഡ്രേപ്പിങ്ങും പുതിയൊരു സാരിയായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. പിന്നെ ഇത് ഞാനൊന്ന് പ്ലീറ്റ് ചെയ്ത് നോക്കിയത്, എനിക്കിഷ്ടപ്പെട്ടില്ല. അപ്പോൾ പ്ലീറ്റ് ചെയ്യാത്ത സ്റ്റൈലാണ് എനിക്കിഷ്ടപ്പെട്ടത്. നിങ്ങൾക്ക് ഏത് സ്റ്റൈലാണ് ഇഷ്ടപ്പെട്ടത് ഒന്ന് കമൻറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ നല്ലതായിരുന്നു. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു സാരി ഡ്രേപ്പിംഗ് ആയിട്ട് കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.